Hello, my dear students. All of you welcome. MPS 001 കോഴ്സ് കോഡിലുള്ള വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു സെഷനാണ് ഡെമോക്രസിയുടെ വിവിധ ഭാഗങ്ങളിൽ അധിഷ്ഠിതമായിട്ടുള്ള ക്ലാസ് ഞാൻ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്തിരുന്നു. ഇന്നത്തെ സെഷൻ ടൈപ്സ് ഓഫ് ഡെമോക്രസി എന്നുള്ളതാണ്. ഓക്കെ, ടൈപ്സ് ഓഫ് ഡെമോക്രസി. അപ്പോൾ ഡെമോക്രസിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള സെഷനാണെന്നൊന്ന് പറഞ്ഞല്ലോ. ഏതെല്ലാമാണ് നമ്മൾ എന്താണ് ഡെമോക്രസിയുടെ ഇമ്പോർട്ടൻസ് എന്താണ്, ഈ വക കാര്യങ്ങളൊക്കെ നമ്മൾ കഴിഞ്ഞ വീഡിയോ സെഷനിലൂടെയൊക്കെ നോക്കിയതാണ്. അപ്പോൾ ഡെമോക്രസിയുടെ ടൈപ്സ് ഏതെല്ലാം എന്നതാണ് ഇന്നത്തെ ഈ ഒരു സെഷനിൽ നമുക്ക് നോക്കേണ്ടത്. ടൈപ്സ് ഓഫ് ഡെമോക്രസിയെ സംബന്ധിച്ച് ഡിസ്കസ് ചെയ്യുമ്പോൾ പ്രധാനമായിട്ടും പാർട്ടിസിപ്പേറ്ററി ഡെമോക്രസി, അതേപോലെ തന്നെ റെപ്രസെൻറ്റേറ്റീവ് ഡെമോക്രസി, അതുപോലെ ഡെലിബറേറ്റ് ഡെമോക്രസി, സോഷ്യൽ ഡെമോക്രസി, കോസ്മോപൊളിറ്റൻ ഡെമോക്രസി. അപ്പോൾ ഡെമോക്രസി പലതരത്തിലുണ്ട് എന്ന് മനസ്സിലായല്ലോ. നമുക്ക് ആദ്യമേ തന്നെ റെപ്രസെൻറ്റേറ്റീവ് ഡെമോക്രസി ആൻഡ് ഇറ്റ്സ് വ്യൂ പോയിൻറ്റ്സ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഡയറക്റ്റ് ഡെമോക്രസി പോസിബിൾ അല്ല എന്നുള്ളതാണ്. കാരണം ജനങ്ങൾ എത്രത്തോളമുണ്ടോ എല്ലാവരെയും പാർട്ടിസിപ്പേറ്റ് ചെയ്യിച്ചുകൊണ്ടൊരു കാര്യവും നടക്കില്ല. അതുകൊണ്ട് തന്നെ സൊസൈറ്റി വളരെ കോംപ്ലക്സ് ആണെന്ന് പറയാം. അപ്പോൾ ഇത്തരം അധികം ജനങ്ങളുള്ള ഈ ഒരു സൊസൈറ്റിയിലെ എല്ലാവർക്കും പ്രാതിനിധ്യം കൊടുക്കാനായിട്ടും എല്ലാവരെയും കൂടി ചേർത്തുകൊണ്ടൊരു കാര്യം ചെയ്യാനും ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് ഈ ഒരു സൊസൈറ്റിയിലെ അതിനു വേണ്ടിയിട്ടുള്ള ഒരു മെക്കാനിസം എന്ന രീതിയിൽ സെലക്ട് ചെയ്യുന്ന പീപ്പിളിനെയാണ് നാം അതിനകത്തേക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. അപ്പോൾ ഡയറക്റ്റ് ഇൻവോൾവ്മെൻറ്റ് വരുന്നത് ഗവൺമെൻറ്റിൻ്റേതായ സഭകളിൽ നാം തിരഞ്ഞെടുത്ത് വിടുന്ന ആളുകൾ അവിടെ നമുക്ക് വേണ്ടി റെപ്രസെൻ്റ് ചെയ്യുമ്പോൾ അവർ യഥാർത്ഥത്തിൽ നമുക്ക് വേണ്ടിയാണ് നിലകൊള്ളുന്നത്. അതുകൊണ്ട് തന്നെ നാം അവിടെ ഇൻഡയറക്റ്റായിട്ട് ഗവൺമെൻറ്റിൻ്റെ ആ ഒരു പ്രതിനിധി സഭകളിൽ പങ്കാളികളാകുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇലക്റ്റിക് റെപ്രസെൻറ്റേഷനിലൂടെയാണിത് ക്യാരി ഔട്ട് ചെയ്യുക എന്ന് പറയാം. നമ്മുടേതായ താല്പര്യങ്ങളെ അവരിലൂടെ പ്രാവർത്തികമാക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഏർലി സോഷ്യൽ കോൺട്രാക്റ്റ് തിയറിസ്റ്റ് എന്ന രീതിയിൽ ഫോർ ഏർലി സോഷ്യൽ കോൺട്രാക്റ്റ് തിയറിസ്റ്റ് സച്ച് ആസ് ഹോബ്സ്, ലോക്ക്, ഇവരെല്ലാവരും തന്നെ റെപ്രസെൻറ്റേറ്റീവ് ഗവൺമെൻറ്റിന് അത് ഗവൺമെൻറ്റിൻ്റെ ഒരു രൂപമാണ് എന്ന രീതിയിൽ അതിനെ ഓതറൈസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ജനങ്ങളാൽ മുന്നോട്ട് കൊണ്ടുപോകേണ്ട ജനസഭകളിൽ എല്ലാ ജനങ്ങൾക്കും വേണ്ടിയിട്ട് പ്രതിനിധികളല്ല അവിടെ ജനങ്ങൾക്ക് വേണ്ടി അവർ പ്രവർത്തിക്കുകയാണ് ചെയ്യുന്നത്. So the point is, since direct democracy is not possible in large and complex societies, the mechanism through which people take part indirectly in government is through electing representatives to carry out their will. For early social contract theorists such as Hobbes and Locke, representative government was a form of government authorized by the people to act on its behalf. For Rousseau, however, sovereign power over the state should rest in the hands of the citizenry and its general will, because the opinions and interests of representatives could never be identical to those of the electorate. അപ്പോൾ റൂസോയുടെ അഭിപ്രായത്തിൽ പറയുകയാണെങ്കിൽ പരമാധികാരം സംസ്ഥാനങ്ങളിലുള്ള ആ ഒരു പരമാധികാരം എന്ന് പറയുമ്പോഴേക്കും അത് ആരുടെ കരങ്ങളിലാണ്? അത് പൗരന്മാരുടെ കരങ്ങളിലാണ്. ആ പൗരന്മാരുടെ കരങ്ങളിലായതുകൊണ്ട് തന്നെ അവിടെ പൗരന്മാർക്കാണ് പ്രാതിനിധ്യം വരേണ്ടത്. അതിൻ്റെ ഒരു പ്രാധാന്യം തീർച്ചയായിട്ടും പൊതുജനങ്ങളുടെ താല്പര്യത്തിന് വിധേയമായി വേണം ഈ സഭകളിലെ പ്രവർത്തനം ഉണ്ടാവേണ്ടത്. ദാറ്റ് ഈസ് സിറ്റിസൺറി ആൻഡ് ജനറൽ സിറ്റിസൺഷിപ്പ്, ബിക്കോസ് ഓഫ് ദി ഒപ്പീനിയൻസ് ആൻഡ് ഇൻട്രസ്റ്റ് ഓഫ് ദ റെപ്രസെൻറ്റേറ്റീവ്സ് കുഡ് നെവർ ബി ഐഡൻറ്റിക്കൽ ടു ദോസ് ഓഫ് ദി ഇലക്ടറേറ്റ്. അപ്പോൾ ജനങ്ങളുടേതായ ആശയാഭിലാഷങ്ങളും താല്പര്യങ്ങളും ഒരിക്കലും അവിടെ തിരഞ്ഞെടുത്ത് ചെല്ലുന്ന ആളുകളുടെ താല്പര്യങ്ങളും അഭിലാഷങ്ങളും ആയിട്ട് പൊരുത്തം ഉണ്ടാവണമെന്നില്ല. എന്നിരുന്നാൽ തന്നെ നാം ഇവരെയാണ് തിരഞ്ഞെടുത്ത് നമ്മുടെ താല്പര്യങ്ങളെല്ലാം സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് ജനസഭകളിലെല്ലാം ഇൻട്രൊഡ്യൂസ് ചെയ്യുക എന്ന് പറയാം. അപ്പോൾ നാം അവിടെ ഡയറക്റ്റ് ഇൻവോൾവ് ചെയ്യുന്നില്ല. നമുക്ക് വേണ്ടിയിട്ട് നാം തിരഞ്ഞെടുത്ത് വിടുന്നവരാണ് അവിടെ നമുക്ക് വേണ്ടി സംസാരിക്കുന്നത്. അതാണ് റെപ്രസെൻറ്റേറ്റീവ് ഡെമോക്രസി എന്ന് പറയുക. Be that as it may, today representative government based on the majority principle, that is considered the best way of giving effect to the democratic impulse.
ഇറ്റ് ഹാസ് ഹവർ 2 ടൈപ്സ് ഓഫ് ക്രിട്ടിക്സ്. അപ്പോൾ ഈ ഒരു റെപ്രസെൻറ്റേറ്റീവ് ഡെമോക്രസിയെ ബേസ് ചെയ്ത് നോക്കുമ്പോഴേക്കും ഇന്നത്തെ ഒരു ജനാധിപത്യ ഭരണ സംവിധാനം ഇതൊക്കെയാണ്. പക്ഷേ അത് നല്ല രീതിയിൽ എഫക്റ്റീവായിട്ട് ഡെമോക്രാറ്റിക് ഇമ്പൾസ് നൽകുന്നുണ്ടോ എന്നത് ചിന്തിക്കേണ്ടതുമാണ്. അതുകൊണ്ട് തന്നെ ഇതിനെ സംബന്ധിച്ച് 2 തരം വിമർശനങ്ങൾ ഉയരുന്നുണ്ട്. അതായത് 2 ടൈപ്സ് ഓഫ് ക്രിട്ടിക്സ് എന്ന് പറയുമ്പോൾ ദോസ് ഹു കൺസിഡർ ഇറ്റ് അൺറിയലിസ്റ്റിക്, ഇത് യാഥാർത്ഥ്യവുമായിട്ട് ബന്ധമില്ലാത്ത ഒരു കാര്യമാണ്. അതിനെപ്പറ്റി പറയുന്നത് ആരാന്നോ? ഷുംപീറ്ററും അതേപോലെ തന്നെയുള്ള കുറേ തിയറിസ്റ്റാണ് പറയുന്നത്. അതേപോലെ തന്നെ മറ്റു ചിലരുണ്ട്. ആൻഡ് ദോസ് ഹൂ കൺസിഡർ ഇനാഡിക്കേറ്റ്, അതായത് ഇത് യാഥാർത്ഥ്യമല്ലെന്ന് പറയുന്നതിനോടൊപ്പം ഇത് ആഡിക്കേറ്റ് അല്ല, ശരിയായ തരത്തിലുള്ളതല്ല. ഇപ്പോൾ പാർട്ടിസിപ്പേറ്ററി ഡെമോക്രാറ്റ്സ് ഡിസ്കസ്ഡ് ഇൻ ദ നെക്സ്റ്റ് സെഷനിലേക്ക് നാം നോക്കുമ്പോൾ അവിടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതായത് ഷുംപീറ്റേറിയൻ തിയറി എന്ന് പറയുമ്പോൾ എന്താണ്? ഡെമോക്രസി പ്രോജക്റ്റ് ദി സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ക്ലാസിക്കൽ 18th century തിയറി ഓഫ് ഡെമോക്രസി ആസ് ആൻ ഇനാക്കുറേറ്റ് അക്കൗണ്ട് ഓഫ് വാട്ട് ഡെമോക്രസി ഈസ് റിയലി അബൌട്ട്. അതായത് ജനാധിപത്യം എന്ന വാക്കുകളിൽ എന്താണോ അർത്ഥമാക്കുന്നത് ആ അർത്ഥതലത്തിൽ നിന്നെല്ലാം ഒരുപാട് വ്യത്യസ്തമായ കാര്യങ്ങളിൽ അല്ലെ വ്യത്യസ്തമായ തരത്തിലാണ് ഇത് കാര്യങ്ങൾ കൊണ്ടുപോകുന്നത്. അത് ഇനാക്കുറേറ്റ് ആണ്, ശരിയായ രീതിയിലും അല്ലതാനും. അപ്പോൾ ജനാധിപത്യ സഭകളിലേക്ക് ജനങ്ങൾ തിരഞ്ഞെടുത്ത് വിടുന്ന പ്രതിനിധികൾക്ക് അധികാരം കൊടുക്കുമ്പോൾ ആ അധികാരികളാവുന്നവർ അവരുടെ ഇഷ്ടപ്രകാരമാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇതൊരു ശരിയായ സാമാന്യവൽക്കരണത്തിന് വിധേയമായിട്ടല്ല പോകുന്നത് എന്നതിനെ പറ്റിയാണ് ഇവർ ആക്ഷേപം പറയുന്നത്. ടു ജോസഫ് ഷുംപീറ്റർ, ദ പീപ്പിൾ ഹൂ ഇലക്ട് ഇൻഡിവിജ്വൽസ് ടു ആൻ അസംബ്ലി വെയർ ദെയർ വിൽ ക്യാൻ ബി ക്യാരിഡ് ഔട്ട്. അദ്ദേഹത്തിൻ്റെ അഭിപ്രായം എന്തെന്നാൽ ഇത് മിസ്റ്റേക്കൺലി ഡെമോക്രസി അസ്യൂം ചെയ്യുന്ന ക്ലാസിക്കൽ തിയറിയിൽ ജനങ്ങൾ തിരഞ്ഞെടുത്ത വ്യക്തികളെ ജനസഭകൾ അസംബ്ലി പോലുള്ള സഭകളിലേക്ക് എത്തിച്ചാൽ അവിടെ ജനപ്രതിനിധികൾ അവരുടെ ഇഷ്ടപ്രകാരമാണ് കാര്യങ്ങൾ കൊണ്ടുപോകുന്നത്. അപ്പോൾ ഇവിടെയാണ് ജനാധിപത്യം. സോ ഡെമോക്രസി ഈസ് കോമൺ ഗുഡ് ഇൻ ദ വേ. അപ്പോൾ യഥാർത്ഥത്തിൽ ഡെമോക്രസി പ്രൊജക്റ്റ് ചെയ്യേണ്ടത് ഇൻസ്റ്റിറ്റ്യൂഷണൽ അറേഞ്ച്മെൻറ്റിൽ തന്നെ ശരിയായ രീതിയിൽ പൊളിറ്റിക്കൽ ഡിസിഷൻസ് അത് റിയലൈസ് ചെയ്യേണ്ടത് കോമൺ ഗുഡ് ഇൻ ദിസ് വേ ആണ്. സാധാരണ ജനങ്ങളുടെ ആവശ്യങ്ങൾ റിയലൈസ് ചെയ്യുകയും അതിന് സ്ഥാപനവൽക്കരിക്കുന്ന ഒരു ജനാധിപത്യ സംവിധാനം എന്ന രീതിയിൽ ഗവൺമെൻറ് സഭകളെല്ലാം വരുമ്പോൾ അവിടെ ജനപ്രതിനിധികളുടെ തന്നിഷ്ടവും അവരുടെ ആശയാഭിലാഷവും അല്ല അവിടെ നടപ്പിലാക്കേണ്ടത്, മറിച്ച് ജനങ്ങളുടെ താല്പര്യമനുസരിച്ച് പ്രവർത്തിക്കുവാനാണ് ജനപ്രതിനിധികൾ ശ്രദ്ധിക്കേണ്ടത് എന്നുള്ളതാണ്. സോ ഇൻ റിയാലിറ്റി ഹവർ ഷുംപീറ്റർ ആർഗ്യൂസ് ഡെമോക്രസി ഈസ് നോട്ട് എബൌട്ട് പോപ്പുലർ സോവർണിറ്റി. അപ്പോൾ ജനാധിപത്യം എന്ന് പറയുന്നത് ഫലപ്രദമായ രീതിയിൽ ശരിയായ രീതിയിലുള്ള സോവർണിറ്റിയിൽ അധിഷ്ഠിതമല്ല. ഇറ്റ് ഈസ് നോട്ട് റിയലി ദ കേസ് ദാറ്റ് ദ പ്രൈമറി ടാസ്ക് ഓഫ് ഡെമോക്രസി ഈസ് ടു വെസ്റ്റ് പൊളിറ്റിക്കൽ പവർ ഇൻ ദി ഹാൻഡ്സ് ഓഫ് സോവറിൻ ഇലക്ടറേറ്റ്. അപ്പോൾ ഡെമോക്രസിയുടെ പ്രാഥമികമായിട്ടുള്ള ആ ഒരു ഉത്തരവാദിത്വം എന്ന് പറയുമ്പോഴേക്കും രാഷ്ട്രീയ അധികാരങ്ങളെല്ലാം പരമാധികാരമുള്ള ഇലക്ടറേറ്റ് എന്നുള്ള ആ ഒരു തിരഞ്ഞെടുക്കുന്ന സഭയിലാണ് വന്നു ചേരുന്നത്. അപ്പോൾ ആ ഇലക്ടറേറ്റാണ് പിന്നെ ഇവിടെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. സെക്കൻഡ് ടാസ്ക് എന്ന് പറയുന്നത് ലീഡേഴ്സിനെ സെലക്ട് ചെയ്യുന്നു എന്നുള്ളതാണ്, അല്ലെ ഇലക്ട് ചെയ്യുന്നു എന്നുള്ളതാണ്. അങ്ങനെയാകുമ്പോൾ അതിന് വേണ്ടിയിട്ട് നാം ഗിവൺ സെറ്റ് ഓഫ് കാൻഡിഡേറ്റ്സ് അവരെ നിശ്ചയിക്കും. എന്നിട്ടോ അവർ പരസ്പരം കമ്പീറ്റ് ചെയ്യുന്നു. അങ്ങനെ മത്സരിച്ച് ജനങ്ങളുടെ വോട്ട് തേടുന്നു. വോട്ട് നേടിക്കഴിഞ്ഞ് ലീഡർഷിപ്പിലേക്ക് അവരെത്തുന്നു. ആ ലീഡർഷിപ്പ് ഒരു ഡ്രൈവിംഗ് ഫോഴ്സായിട്ട് അവരിൽ നിൽക്കുന്നു. അപ്പോൾ ഇങ്ങനെയൊക്കെ വരുമ്പോൾ ലീഡർഷിപ്പിൽ വരുന്ന ആൾക്കാർ അവരവരുടെ ഇഷ്ടപ്രകാരം കൊണ്ടുപോവുകയാണ്. അപ്പോൾ ജനങ്ങൾ ഇവിടെ ആര് മാത്രം നോക്കുകുത്തികൾ മാത്രമായി നിൽക്കേണ്ട കാഴ്ചയാണ്. അപ്പോൾ ഒരു ലീഡർ അല്ലെ മറ്റൊരു ലീഡർ ഈ ഇലക്ടറേറ്റിലുള്ള മറ്റുള്ളവരെ ഇവരെയൊക്കെ ഇങ്ങനെ ആശ്രയിച്ച് നമ്മളെല്ലാം അവരുടെ ആശ്രിതരായി കഴിയേണ്ട അവസ്ഥയാണ് ഇന്നത്തെ ജനാധിപത്യ വ്യവസ്ഥയിൽ ഉണ്ടാകുന്നത്. ഇതൊരിക്കലും നല്ലത് അല്ല എന്നുള്ളതാണ്. അതുകൊണ്ട് ഡെമോക്രസിയുടെ റിയലിസ്റ്റ് തിയറി എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ നടക്കുന്നത് ഇതാണ്. ഈ ഒരു പ്രവർത്തനത്തെ നമുക്ക് എന്ത് വിളിക്കാം? റിയലിസ്റ്റ് തിയറി ഓഫ് ഡെമോക്രസി. ആഗ്രഹിക്കുന്ന കാര്യം നാം ഇതാണോ ആഗ്രഹിക്കുന്നത്? അല്ല. ഓൺ ദ കോൺട്രറി, ദ മെയിൻ പർപ്പസ് ഓഫ് ഡെമോക്രസി ദാറ്റ് സീംസ് ടു ബി ഇലക്ട് ലീഡേഴ്സ് ഫ്രം എമംഗ് എ ഗിവൺ സെറ്റ് ഓഫ് കാൻഡിഡേറ്റ്സ് ഹൂ കോമ്പീറ്റ് വിത്ത് ഈച്ച് അതർ ഫോർ ദ പീപ്പിൾസ് വോട്ട്. ലീഡർഷിപ്പ് ഈസ് ഡ്രൈവിംഗ് ഫോഴ്സ്. ദ പീപ്പിൾ മിയർലി ഗിവ് ദെയർ എൻഡോഴ്സ്മെൻറ്റ് to one or the other leader. This has been called the realist theory of democracy. ഇനിയുണ്ട് ഏതാണെന്നറിയാമോ? പാർട്ടിസിപ്പേറ്ററി ഡെമോക്രസിയാണ്. പാർട്ടിസിപ്പേറ്ററി ഡെമോക്രസിയുടെ പ്രത്യേകത എന്തെന്നാൽ അവിടെ ബോധപൂർവം ജനാധിപത്യമായ മൂല്യങ്ങൾക്കെല്ലാം തന്നെ
അവയെല്ലാം പബ്ലിക് ഡെലിബറേഷൻ എന്ന രീതിയിൽ, കോമൺ കൺസേൺ എന്ന രീതിയിൽ എടുക്കും. ഡെലിബറേറ്റ് ഡെമോക്രസി. സോ ഡെലിബറേറ്റ് ഡെമോക്രസി വാല്യൂസ് ഓപ്പൺ എന്ന് പറയുക, മൂല്യാധിഷ്ഠിതമായ കാര്യങ്ങൾ, പബ്ലിക് ഡെലിബറേഷൻ ഓഫ് ഇഷ്യൂസ് ഓഫ് കോമൺ കൺസേൺ. ഇറ്റ് സ്റ്റാർട്ട്സ് from the assumption of individual as autonomous persons, but does not view the social relationship between these autonomous persons as relationship of conflict or interest. അപ്പോൾ ഇവിടുത്തെ കേസ് നോക്കുമ്പോഴേക്കും ഇവിടുത്തെ ഒരു പ്രധാന അസംഷൻ എന്തെന്നാൽ, വ്യക്തികൾക്ക് യഥാർത്ഥത്തിൽ അവർ ഓട്ടോണമസ് പേഴ്സൺസ് ആണ്, എന്നാൽ ഒരിക്കലും അവർ സോഷ്യൽ റിലേഷൻഷിപ്പിൻ്റെ ഇടയിലെ പ്രാധാന്യം അവർ കൊടുക്കുന്നുമില്ല. അപ്പോൾ ഈ ഓട്ടോണമസ് പേഴ്സൺസും അതേപോലെ തന്നെ ഇവിടെ ഉണ്ടാകാനിടയുള്ള റിലേഷൻഷിപ്പ് ഓഫ് കോൺഫ്ലിക്റ്റ്, റിലേഷൻഷിപ്പ് ഓഫ് ഇൻട്രസ്റ്റ്, ഇവ തമ്മിലുള്ളൊരു പൊരുത്തമുണ്ടാക്കിയെടുക്കാനായിട്ട് ശ്രദ്ധിക്കാതെ പോകുന്നുണ്ട്. റാദർ ഇറ്റ് സീസ് people as relating to each other and seeking to influence each other through reasoned argument and persuasion. അപ്പോൾ ജനങ്ങൾ ഈ ഒരു തലത്തിൽ, ഈ ഒരു ഡെമോക്രസിയുടെ തലത്തിൽ ജനങ്ങൾ മുന്നോട്ട് വയ്ക്കുന്ന ആർഗ്യുമെൻറ്റ്, അത് മാത്രമല്ല ഇവിടെ ജനപ്രതിനിധികളായി വരുന്ന, ലീഡർഷിപ്പിൽ വരുന്ന ആൾക്കാരുമായിട്ട് അവരെ സ്വാധീനിക്കുവാനും അവരിൽ നിന്നും ജനങ്ങൾക്ക് ഗുണകരമായ രീതിയിലുള്ള കാര്യങ്ങൾ നേടിയെടുക്കുവാനും ഇവിടെ നോക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ ഒരു ഓട്ടോണമി ഓഫ് ഇൻഡിവിജ്വൽസ് എന്നത് ഡെവലപ്പ് ചെയ്യാം. അതുപോലെ തന്നെ വാല്യൂസ്, ദെയർ കപ്പാസിറ്റി ഓഫ് സെൽഫ് ഗവൺമെൻറ്. അപ്പോൾ സെൽഫ് ഗവൺമെൻറ്റിന് വേണ്ടിയുള്ള ഒരു വാല്യൂസ്, ഒരു വാല്യൂ, അതുപോലെ തന്നെ കപ്പാസിറ്റി, ഇവയെല്ലാം ഇവിടെ ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. അപ്പോൾ ദ ഗ്രേറ്റർ നീഡ് ഫോർ ദ കണ്ടിന്യൂവസ് അക്കൗണ്ടബിലിറ്റി ഓഫ് പൊളിറ്റിക്കൽ പവർ. അപ്പോൾ ഇവിടെ എന്തിൻ്റെയാണ് ആവശ്യകത വരുന്നത്? പൊളിറ്റിക്കൽ പവറിനോട് നിരന്തരമായ ഒരു വിധേയത്വം, അവരുമായിട്ട് ജനങ്ങൾക്കൊരു ടൈപ്പ് എന്നിവ ഉണ്ടാകുന്നു. പാർട്ടിസിപ്പേറ്ററി ഡെമോക്രസി എന്ന് പറയുമ്പോഴേക്കും അവിടുത്തെ അതുപോലെയല്ല ഈ ഒരു സംവിധാനം. പാർട്ടിസിപ്പേറ്ററി ഡെമോക്രസിയിൽ പറയുന്നത് വിച്ച് റിക്വയേഴ്സ് ഇൻഡിവിജ്വൽ ടു ബി കോൺസ്റ്റൻ്റ്ലി എൻഗേജ്ഡ് ഇൻ മേക്കിംഗ് ഡിസിഷൻ. അവിടെ വ്യക്തികൾ നിരന്തരമായി ചെയ്യേണ്ട കാര്യങ്ങളിൽ ഇടപെടുക, കാര്യങ്ങൾ എന്താണെന്നറിയുക, പഠിക്കുക, ചെയ്യുക, ഡെലിബറേറ്റ് ആയിട്ട് ഡിസിഷൻ എടുക്കുന്ന ഭാഗമായിട്ട്, ഡെമോക്രസിയുടെ ഭാഗമായിട്ട്, പൊളിറ്റിക്കൽ ഡിസിഷൻ്റെ ഭാഗമായിട്ട് നിലകൊള്ളുക എന്നുള്ളതാണ്. ഇപ്പോഴും എന്നാൽ പ്രൊഫഷണൽ പൊളിറ്റീഷ്യൻസും ലേബർ പൊളിറ്റീഷ്യൻസും സിറ്റിസൺസ് എന്ന രീതിയിൽ വർക്കേഴ്സായിട്ട് വരുന്നവർ എല്ലാവരെയും പബ്ലിക് ഇഷ്യൂസുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഡെലിബറേറ്റ് പ്രോസസ്സിൻ്റെ ഇൻവോൾവ്മെൻറ്റിൽ ഉൾപ്പെടുന്നതാണ്. അപ്പോൾ ആ ബോധപൂർവം അല്ലെങ്കിൽ തീർച്ചയായിട്ടും ഇതിൽ ഉൾപ്പെടുത്തുക എന്നതാണ് ഡെലിബറേറ്റ് ഡെമോക്രസി എന്നതിലൂടെ അർത്ഥമാക്കുന്നത്. പിന്നെ പറയുന്നതാണ് സോഷ്യൽ ഡെമോക്രസി. യു സി, സോഷ്യൽ ഡെമോക്രസി ഈസ് എ ഫോം ഓഫ് ഡെമോക്രസി ദാറ്റ് ഈസ് ബേസ്ഡ് ഓൺ ദ സ്ട്രോങ് commitment to equality. Social Democrats therefore support the idea of welfare state and based on redistribution. They believe in the liberal institution of representative democracy but wish to combine these with ലിബറാലിസം. അപ്പോൾ ലിബറാലിസം എന്നുള്ള ആ ഒരു പോളിസി അതിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു. അപ്പോൾ അതിനോടൊപ്പം തന്നെ മറ്റു തരത്തിലുള്ള ആശയങ്ങളുമായിട്ട് പ്രധാനമായിട്ട് അവർക്ക് എല്ലാ തരത്തിലുള്ള ഒരു ഇമ്പോർട്ടൻസ് വന്നു ചേരുന്നു എന്നുള്ളതാണ്. റെപ്രസെൻറ്റേറ്റീവ് ഡെമോക്രസിക്കാണ് ഇമ്പോർട്ടൻസ്, ലിബറൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിന് ഇമ്പോർട്ടൻസ്, സോഷ്യൽ ജസ്റ്റിസിന് ഇമ്പോർട്ടൻസ് ഉണ്ട്. അപ്പോൾ ലിബറാലിസം ഫ്രീക്വൻ്റ്ലി ടേക്സ് ഇൻ ദി ഫോം ഓഫ് റൈറ്റ് വിങ് ഡെമോക്രസി ഈസ് മോർ ഇഗാലിറ്റേറിയൻ ദാൻ ലിബറലിസം. Then, however, it is less radical than Marxian socialism and may be said to stand at the intersection of the two ideologies. Indeed, it has been said that social democracy is more than democracy and less than socialism. അപ്പോൾ ഡെമോക്രസിയുടെ ആ ഒരു ഐഡിയയിൽ മോർ ദാൻ ഡെമോക്രസി എന്ന് പറയാം, എന്നാൽ സോഷ്യലിസത്തിൻ്റെ കേസിൽ ലെസ് ദാൻ സോഷ്യലിസം എന്നും പറയാൻ സാധിക്കുന്ന ഒരു ആശയമാണ്. അപ്പോൾ ഇവിടെ കാര്യമായിട്ട് സാമൂഹികമായിട്ടുള്ള ജനങ്ങളുടെ ഇടയിലുള്ള ആശയങ്ങൾക്ക് പ്രസക്തിയും ലിബറൽ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന രീതിയിൽ ഒരു റെപ്രസെൻറ്റേറ്റീവ് ഡെമോക്രസിയും, എന്നാൽ അവയെ എല്ലാത്തിനെയും കമ്പൈൻഡ് ചെയ്തുകൊണ്ട് ഐഡിയ ഓഫ് സോഷ്യൽ ജസ്റ്റിസ് എന്ന രീതിയിൽ നിലനിർത്തുക എന്നതാണ് സോഷ്യൽ ഡെമോക്രസി. സോഷ്യൽ ഡെമോക്രാറ്റിൻ്റെ ആർഗ്യുമെൻ്റ് എന്തെന്നാൽ ഇൻഡിവിജ്വൽസ് ഷുഡ് ഗെറ്റ് ആൻ ഇക്വിറ്റബിൾ ഷെയർ ഓഫ് സൊസൈറ്റീസ് റിസോഴ്സസ് in order to realize their own plans of life. If poverty or disability or belonged to minority
അതായത് വ്യക്തികൾക്ക് സമൂഹത്തിൽ തീർച്ചയായിട്ടും സമൂഹത്തിൽ മൊത്തത്തിലുള്ള റിസോഴ്സസിൻ്റെ ഒരു വിഹിതം അവരിലേക്ക് അവരുടെ ജീവിത വഴികൾ മുന്നേറുന്നതിന് വേണ്ടി കൈവശം വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോഴേക്കും അവർ തിരിച്ചറിയുകയാണ് അവർ ഏത് തരത്തിലാണ് അവരുടെ ജീവിത പദ്ധതികളുമായി മുന്നോട്ട് പോകേണ്ടത്. ജീവിത വഴിയിലെ ദാരിദ്ര്യം, അതേപോലെ തന്നെ ഒന്നും തന്നെ ഇല്ലാതെ ഒരു മൈനോറിറ്റി ക്ലാസ് എന്ന രീതിയിലൂടെ കഴിയേണ്ടി വരുന്ന അവസ്ഥ. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിലെല്ലാം മുന്നിലുള്ള ഒബ്സ്റ്റക്കിൾസിനെ എല്ലാം എന്ത് ചെയ്യണം, അതിനെയെല്ലാം ഓവർകം ചെയ്യണം. അങ്ങനെ വരുമ്പോൾ ഇറ്റ് ഈസ് ദ ഡ്യൂട്ടി ഓഫ് ദ സ്റ്റേറ്റ് ടു റിമൂവ് സച്ച് ഒബ്സ്റ്റക്കിൾസ്. ഇത് സ്റ്റേറ്റിൻ്റെ റെസ്പോൺസിബിലിറ്റിയാണ് ഇത്തരം ഒബ്സ്റ്റക്കിൾസിനെ എല്ലാം തന്നെ റിമൂവ് ചെയ്യുക എന്നുള്ളത്. ആ ഒരു സാഹചര്യത്തിൽ സോഷ്യൽ വർക്കേഴ്സ്, വുമൺ, ഡിസേബിൾഡ്, എൽഡർലി, മെമ്പേഴ്സ് ഓഫ് കൾച്ചറൽ മൈനോറിറ്റീസ്, അങ്ങനെയുള്ള കുറേ ആൾക്കാർ ഇവിടെ ഉണ്ടാവും. അവരെ എല്ലാവർക്കും അവരുടെ ജീവിത വഴിയിലുണ്ടാവുന്ന ഒബ്സ്റ്റക്കിൾസിനെ ഓവർകം ചെയ്ത് കൊടുക്കാനുള്ള റെസ്പോൺസിബിലിറ്റി ഗവൺമെൻറ് ഏറ്റെടുക്കണമെന്നുള്ളതാണ്. സോ ഇറ്റ് ഈസ് ബേസിക്കലി ഇൻട്രസ്റ്റഡ് ഇൻ ക്രിയേറ്റിംഗ് ദ കണ്ടീഷൻസ് ഫോർ ഈക്വാലിറ്റി സോ ദാറ്റ് ആൾ സിറ്റിസൺസ് ക്യാൻ എൻജോയ് ദെയർ ഡെമോക്രാറ്റിക് റൈറ്റ്സ്. ഒരു സിറ്റുവേഷൻ ഇവിടെ ഉണ്ടാക്കണം. ആ ക്രിയേറ്റിംഗ് കണ്ടീഷൻസ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഈക്വാലിറ്റി പ്രൊവൈഡ് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ ആയിരിക്കണം. ആ ഒരു സിറ്റുവേഷനിലാണെങ്കിൽ ഏത് മൈനോറിറ്റി വിഭാഗത്തിലുള്ളവർക്കും ഡെമോക്രാറ്റിക് റൈറ്റ്സ് സെയിം എക്സ്റ്റെൻറ്റിൽ അവർക്ക് എൻജോയ് ചെയ്യുവാനായിട്ട് സാധിക്കും. സോ ഇറ്റ് സീംസ് ഡെമോക്രസി ആസ് നോട്ട് ഓൺലി എ ഫോം ഓഫ് ഗവൺമെൻറ് ബട്ട് ആൾസോ എ പ്രിൻസിപ്പിൾ that should inform collective life in society as a whole. Okay. Last one, cosmopolitan democracy. You see, cosmopolitan democracy is an idea advanced by political theorists in the context of globalization. ആഗോളവൽക്കരണത്തിൻ്റെ തലത്തിലെ പൊളിറ്റീഷ്യൻസ് എല്ലാം തന്നെ അഡ്വാൻസ് ചെയ്തിട്ടുള്ള, പൊളിറ്റിക്കൽ തിയറിസ്റ്റ് അഡ്വാൻസ് ചെയ്തിട്ടുള്ള ഒന്നാണ്, ഒരാശയമാണ് cosmopolitan democracy. With the coming into being of forms of supranational organizations such as European Union, then also and with the advance of economic and cultural globalization, ഇതുപോലുള്ള ചില സ്ഥാപനങ്ങളുടെ വരവോടുകൂടിയാണ് യൂറോപ്യൻ യൂണിയനും അതേപോലെ തന്നെ എക്കണോമിക് ആൻഡ് കൾച്ചറൽ ഗ്ലോബലൈസേഷൻ എന്നുള്ള ആശയങ്ങളെല്ലാം ഇവിടെ വന്നപ്പോൾ അവിടെ ഉണ്ടായിരുന്ന വിശ്വാസം എന്തെന്നാൽ ഡെമോക്രസിക്ക് ഇറ്റ് ഈസ് ബിലീവ്ഡ് ദാറ്റ് ഡെമോക്രസി മസ്റ്റ് ആൾസോ റെസ്പോണ്ട്. അപ്പോൾ ഈ സാഹചര്യത്തിൽ ഡെമോക്രസി പലതരത്തിലുള്ള ചലഞ്ചസിനെ ചലഞ്ചസ് ഏറ്റുവാങ്ങുന്നുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ഡെമോക്രസി മസ്റ്റ് ആൾസോ റെസ്പോണ്ട് ടു ദീസ് ചലഞ്ചസ്. ഈ ചലഞ്ചസിനെല്ലാം റെസ്പോൺസിബിളായി വരുന്ന ഡെമോക്രസിയാണ് ബിയോണ്ട് ദ ബോർഡേഴ്സ് ഓഫ് ദ നേഷൻ സ്റ്റേറ്റ്. നമ്മുടെ രാജ്യത്തിൻ്റെ അതിർത്തിക്ക് അപ്പുറമായിട്ട് ഇൻ്റർനാഷണലായിട്ട് വരുന്ന ഇത്തരം സംഭവങ്ങളെല്ലാം തന്നെ ആ ചലഞ്ചസ് ഏറ്റെടുക്കേണ്ടി വരുമെന്നുള്ളതാണ്. ദ ഐഡിയ ഓഫ് കോസ്മോപൊളിറ്റൻ ഡെമോക്രസി, രാജ്യത്തിനും അപ്പുറത്തേക്കുള്ള ഒരു അതിർത്തിയിലേക്ക് പോകുമ്പോഴാണ് കോസ്മോപൊളിറ്റൻ വരുന്നത്. സോ ദാറ്റ് ഡെമോക്രസി ഈസ് റെസ്പോൺസ് ടു ദിസ് ചലഞ്ച്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു ഡെമോക്രസി ഈ റെസ്പോൺസ് അല്ലെ ഈ ചലഞ്ച് ഏറ്റെടുക്കണം എന്നതാണ്, അതൊരു വെല്ലുവിളിയായിട്ട് വരുന്നു. ദോ ദെയർ ഈസ് നോ സിംഗിൾ ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഗ്ലോബൽ ഗവേണൻസ് ദാറ്റ് ഹാസ് റീപ്ലേസ്ഡ് ദ നാഷണൽ സ്റ്റേറ്റ്. ദിസ് തിയറി പോയിൻ്റ് ടു ദ ഗ്ലോബൽ സിവിൽ സൊസൈറ്റി. ആഗോളതലത്തിലൊരു പൗരസമൂഹത്തിൻ്റെ ആ ഒരു ഉയർത്തെഴുന്നേൽപ്പും പൗരസമൂഹത്തിൻ്റെ ബോധ്യം ഉണ്ടാവേണ്ടതും നമ്മുടെ ദേശീയ തലത്തിലെ ഇത്തരം ആശയങ്ങളെ ഗവേൺ ചെയ്യുന്നതിന് വേണ്ടിയുള്ള ഒരു ഗ്ലോബലായിട്ടൊരു ഗവേണൻസ്, ആഗോളതലത്തിലുള്ളൊരു ഭരണ സംവിധാനം. അപ്പോൾ അങ്ങനെയുള്ള രീതിയിൽ നിന്നുമാണ് ആ ഭരണ സംവിധാനത്തെ റീപ്ലേസ് ചെയ്തുകൊണ്ട് നാഷണൽ സ്റ്റേറ്റ് എന്ന രീതിയിൽ വരിക. അപ്പോൾ ഗ്ലോബലൈസേഷൻ ഫ്രം ബിലോ എന്നുള്ള പോയിന്റിലേക്കാണ് തിയറി ഊന്നൽ നൽകുന്നത്. ഗ്ലോബൽ സിവിൽ society that being created by the phenomenon of globalization from below. Okay, the new solidarities being forged across national borders give rise to the notion of cosmopolitan citizenship. That is the idea behind cosmopolitan ഡെമോക്രസി എന്ന് പറയാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ കോസ്മോപൊളിറ്റൻ ഡെമോക്രസിയുടെ ഒരു പ്രാധാന്യം എന്താണ് എന്നതാണ് ഇവിടെ പറയുക. എൻവയോൺമെൻറ്റൽ മൂവ്മെൻറ്റ്, വേൾഡ് ലെവൽ ഇമ്പോർട്ടൻസ്, ടെക്നോളജിക്കൽ ഇന്നോവേഷൻസ്, ഗവൺമെൻറ് മോർ ഓർ ലെസ് അക്യുമുലേറ്റ്, അങ്ങനെയുള്ള കുറേ ആശയങ്ങളാണ് ഇതിലേക്ക് കൊണ്ടുവരുന്നത്. അപ്പോൾ ഇവിടെ നാം മനസ്സിലാക്കുന്നത് എന്തെന്നാൽ we have to examine about the historical evolution of democracy from ancient times to the modern times. We then proceed to study the democracy in relation to the family of concepts which is embedded autonomy, rights, liberty and equality,
Then also we examined here the two broad types of justifications for democracy, then intrinsic and instrumental democracy. Then also we realized the importance of Schumpeterian theory of democracy, participatory democracy, deliberative democracy, social democracy, and also cosmopolitan democracy. Okay, so all these are this chapter is over. All the main ideas of concerning the democratic world, that is I already tried to discuss about all major points of democracy. So you students try to watch the video classes and please try to comment about all the sessions of your second chapter concerning democracy. Okay, so please subscribe, like, share the video class if you watch this time as the first time. Okay, thank you.